എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് നമ്മുടെ കയ്യിൽ കുറേ റീൽസ് വന്നിരിക്കുകയാണ്. അപ്പോൾ അത് എന്തൊക്കെയാണ് എന്ന് നോക്കാം. ആദ്യത്തേത് ഒരു കാള നടന്നു വരികയാണ്. അവൻ നടന്നു വന്നിട്ട് ഒരു സ്കൂട്ടറിൻ്റെ മുകളിൽ കയറുന്നു. എന്നിട്ട് ഇവൻ എന്തോടെ കാണിക്കുന്നത്? എന്നിട്ട് ഗേയ്സ് ഇവൻ ആ സ്കൂട്ടറും കൊണ്ട് തള്ളിക്കൊണ്ട് പോവാണ് ഗേയ്സ്. അപ്പം ഇവൻ ഉദ്ദേശിച്ചത് വേറെയാണ്. അതിലേക്ക് എന്തായാലും ഞാൻ പോകുന്നില്ല. നമ്മുടെ ചാനലിന് കുറച്ച് ഗൈഡ് ലൈൻസ് ഉണ്ട്, അത് ഫോളോ ചെയ്യേണ്ടതുണ്ട് ഉള്ളത് കൊണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിലേക്കില്ല. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗൈസ് കുറേ പിള്ളേർ കുറേ അമ്പല്ല ചവിട്ടി നോക്കുന്നതാണ്. സംഗതി എന്താണെന്ന് വെച്ചാൽ ഒരു വ്ളോഗർ ഈ പിള്ളേർ മഴ നനയുന്ന കണ്ടിട്ട് കുറച്ച് കുട മേടിച്ചു കൊടുത്തു. പിള്ളേർക്ക് അതിൻ്റെ വില അറിയത്തില്ല. പിള്ളേർ അത് ചവിട്ടി പൊളിച്ച് കളഞ്ഞു. പിള്ളേർ കുറ്റം പറഞ്ഞ കാര്യമില്ല ഗൈസ്, പാവങ്ങൾ എന്ത് ചെയ്യാനാണ്. അവരെനിക്ക് തോന്നുന്നു ചവിട്ടി പൊളിച്ചിട്ട് വല്ല ആക്രിക്കാർക്ക് കൊടുത്ത് കാശാക്കാനായിരിക്കും. എനിക്ക് തോന്നുന്നു പിള്ളേർക്ക് വല്ല കുറച്ച് ഫുഡ് വല്ല മേടിച്ച് കൊടുത്താൽ മതിയായിരുന്നു. അല്ലാതെ ഇത്രയും വലിയ നന്മയൊന്നും കളിക്കാൻ പോകേണ്ട കാര്യമില്ലായിരുന്നു. എന്തായാലും സാരമില്ല, പറഞ്ഞിട്ട് കാര്യമില്ല. ആ പിള്ളേരെ വീഡിയോ എടുത്ത് ഇങ്ങനെ ഓൺലൈനിൽ ഇട്ടിട്ടും വലിയ കാര്യമൊന്നുമില്ല. ശരിയായില്ല. എന്തായാലും അടുത്ത വീഡിയോയിലേക്ക് പോകാം. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെക്കൻ അവൻ്റെ കാമുകയെ ഇമ്പ്രസ് ചെയ്യാനായിട്ടൊരു ബൈക്കിൽ പോക്കറി കാണിക്കുന്നതാണ്. എന്നിട്ട് മറിഞ്ഞടിച്ച് രണ്ടെണ്ണം കൂടി അവിടെ അങ്ങ് വീണ്. രണ്ടെണ്ണത്തിന് ഹെൽമെറ്റും ഇല്ല, ലൈസൻസും ഇല്ല. ആരുടെ ഈ വണ്ടിയൊക്കെ കൊടുത്തു വിട്ടത്? ഏത് സ്ഥലത്താണ് കേസ് നടന്നിരിക്കുന്നത്? ഇത് എവിടെയാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എന്തായാലും അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗേസ് ഒരു റോഡ് നടുക്ക് ഒരുത്തൻ കാറ് കൊണ്ട് പാർക്ക് ചെയ്തിരിക്കുകയാണ്. MH ആണ്. മഹാരാഷ്ട്രയിലെ വണ്ടിയാണ് ഗേസ്. അപ്പോൾ സംഗതി എന്ന് വെച്ചാൽ ഈ കാറിനകത്ത് നോക്കിയപ്പോൾ ആരെയാണ് കാണുന്നത്? ഒരു ഹസ്കീനെയാണ് കാണുന്നത്. ആരാടാ ഈ തെണ്ടിത്തരം കാണിച്ചു വെച്ചിട്ട് പോയേക്കുന്നത്? തെമ്മാടിത്തരം തന്നെയാണല്ലോ ഇവിടെ. എന്തോ സംഭവം ശരിക്കും ഇത് നമുക്കറിയത്തില്ല കേട്ടോ. നമ്മൾ വീഡിയോയുടെ പകുതി വെച്ചല്ലേ കാണുന്നത്. എന്തായാലും അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ചെറിയ മിങ്ങാച്ചോ, ഞാൻ പൂച്ചാളെ പുതിയ മിങ്ങാച്ചോ എന്നാണ് വിളിക്കാറ്. അപ്പോൾ മിങ്ങാച്ചോ ഒരു എലിയുമായിട്ട് കടിച്ചെടുത്തുകൊണ്ട് ഒരു റെസ്റ്റോറൻറ്റിൽ വരുന്നതാണ്. സംഗതി എലി ചത്താണ്. സംഗതി എന്താണെന്ന് വെച്ചാൽ ഈ എലിയെ കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇതിന് ഫുഡ് കൊടുക്കും. അപ്പോൾ അത് പ്രതീക്ഷയാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ എടാ, വീട്ടിലുള്ള പൂച്ചകളൊക്കെ കണ്ടോ എങ്ങനെയാണോ മനുഷ്യനൊരു ഉപകാരം ചെയ്യുന്നത്? സാധാരണ എല്ലാ വീട്ടുകളിലും പൂച്ചകളും ഒരു പണിയും ചെയ്യത്തില്ല ഗൈസ്, വെറുതെ തിന്നു മുടിച്ച് വീട്ടിലിരിക്കും മനുഷ്യനെ മെനക്കെടുത്താൻ. അടുത്ത വീഡിയോയിലേക്ക് പോകാം. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡോഗൂട്ടൻ്റെ മുന്നിൽ കുറേ കസർത്തുമായിട്ട് ഒരു കള്ളൻ ഇരുന്ന് കാണിക്കുന്നതാണ്. സംഗതി പട്ടാപകലാണ് മോഷണം നടക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു ഒന്നെങ്കിൽ ഫേക്ക് വീഡിയോ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ പട്ടിക്കുട്ടൻ നല്ല ഒന്നാന്തരം മണുങ്ങനായിരിക്കും, അതായത് മൊണ്ണയായിരിക്കാം. അല്ലെങ്കിൽ ഗൈസ് ആ വീട്ടിലുള്ള ഒരുത്തൻ തന്നെയാണ് ഇതിൽ നിന്ന് എന്താ പറയുക, ആ വീട്ടിൽ നിന്ന് മോട്ടിക്കുന്നതാണ്. അവന് ഒരു അനക്കമില്ലാത്ത, അല്ലെങ്കിൽ അയൽവക്കത്തുള്ള ആയാലും ആയിരിക്കാം. അല്ലെങ്കിൽ വേറൊരു പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ ഇവന് പട്ടിക്കുട്ടന്മാരെയൊക്കെ നല്ല രീതിയിൽ വശീകരിക്കാനുള്ള തന്ത്രം അറിയാം. അതായിരിക്കാം ഇങ്ങനെ എന്തെങ്കിലും ആട്ടെ, നമുക്കറിയത്തില്ലല്ലോ. നമ്മൾ ഈ വീഡിയോ കണ്ടിട്ട് റിയാക്ട് ചെയ്യാനല്ലേ പറ്റത്തുള്ളൂ ഗൈസ്. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും വരാം മറ്റൊരു വീഡിയോ ആയിട്ട്.